99 പേര് ഇരിക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് നിന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവായിരിക്കും. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല, 101 പേര് കൂടി കൂടിയിട്ടാണ്. ചെറിയ ആശാ വർക്കർമാർ ആ തെരുവിൽ സമരം ചെയ്തില്ലേ, എത്ര മാസക്കാലം. നിങ്ങൾ തലമുണ്ടനം ചെയ്തില്ലേ സ്ത്രീകൾ. നിങ്ങൾ അവർക്ക് സഹായിച്ചില്ല എന്ന് മാത്രമല്ല, മനസ്സിലായേ, ഞങ്ങളാണ് സ്ത്രീപക്ഷം, നിങ്ങളല്ല, നിങ്ങളായിരുന്നില്ല. നിങ്ങൾ സ്ത്രീ വിരുദ്ധ പക്ഷ നിലപാടാണ് എടുത്തിരിക്കുന്നത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ തുടരുകയാണ്. അതായത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പിണറായി സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണമാണ്, അതിന്മേലുള്ള വാഗ്വാദങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഈ പദ്ധതിയിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആരോപിച്ചു. പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നിരുന്നു. ഈ നോട്ടീസിന് മറുപടി പറയുകയാണ് ഇതിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന ആരോപണം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. പദ്ധതിയിലെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയതിൽ വലിയ പരാതികൾ ഉണ്ടെന്നും ഇത് വിശദമായി പരിശോധിക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന ഒരു സർക്കാർ 120ാം മാസം പ്രഖ്യാപിച്ച തട്ടിക്കൂട്ട് പദ്ധതിയാണിതെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. തിരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ട് മുൻ സർക്കാർ ഈ പദ്ധതി കൊണ്ടുവരികയായിരുന്നുവെന്നും വി ഡി സതീശൻ ആഞ്ഞടിച്ചു. ഇതിലെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും ഉയർന്നുവന്ന പരാതികൾ പരിശോധിക്കുമെന്നും അതിനുശേഷമേ പദ്ധതി തുടരുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വ്യക്തമാക്കുകയുണ്ടായി. മുൻ പിണറായി സർക്കാർ സ്ത്രീപക്ഷ നിലപാടില്ലാത്ത സർക്കാരായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. ആശാ വർക്കർമാരെ അടക്കം അവഹേളിച്ച ചരിത്രമുള്ള മുൻ സർക്കാർ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി. എന്നാൽ തങ്ങളാകട്ടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഭരണത്തിന്റെ ആദ്യ മാസം തന്നെ നടപ്പിലാക്കി കാണിച്ചുവെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ എന്നിവരുടെ എല്ലാം വേതനം വർദ്ധിപ്പിച്ചത് ഈ സർക്കാരാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ ആഞ്ഞടിച്ചു. പാവപ്പെട്ട കുടുംബങ്ങളിലെ വരുമാനമില്ലാത്ത സ്ത്രീകൾക്കായി മുൻ സർക്കാർ നടപ്പാക്കിയ പ്രതിമാസ ധനസഹായമാണ് കഴിഞ്ഞ 3 മാസമായി മുടങ്ങിക്കിടക്കുന്നത്. സഭ നിർത്തിവെച്ചത് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയം ആവശ്യപ്പെട്ടിരുന്നു പ്രതിപക്ഷം, പക്ഷേ അനുമതി നിഷേധിച്ചു. വിഷയത്തിൽ ബജറ്റ് ചർച്ചയിൽ മറുപടി നൽകിയതാണെന്നും പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല, മറിച്ച് പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. മാത്രമല്ല, നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം നിലവിലില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. വിഷയം ബജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. ബജറ്റ് ചർച്ചയ്ക്ക് മറുപടിയായി ഇതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിരുന്നതാണ്. 2026 ഫെബ്രുവരി 11-നാണ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യഘട്ട വിതരണവും നടത്തിയത്. മാർച്ചിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഇത് നടന്നത്. ഫെബ്രുവരിയിലെയും മാർച്ചിലെയും ധനസഹായം മാർച്ച് 16-നാണ് അനുവദിക്കുന്നത്. അന്നാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നിലവിൽ വന്നത്. ഒരു തയ്യാറെടുപ്പും കൂടാതെയാണ് പരിശോധന നടത്തിയത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയതിൽ ഫീൽഡ് ലെവൽ പരിശോധന നടത്തിയില്ലെന്ന ആക്ഷേപം ശക്തമാണ്. പരാതികൾ ഉൾപ്പെടെ പരിശോധിക്കാതെ പദ്ധതി തുടരുമോ ഇല്ലയോ എന്ന് പറയാനാകില്ല. തുടരണമെന്നുണ്ടെങ്കിൽ 1770 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്, വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. MLA-മാരായ AC മൊയ്തീൻ, K രാജൻ, PK പ്രവീൺ എന്നിവരാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം പരിശോധിക്കണമെന്നും അതിവേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന മുഖ്യമന്ത്രി പാവപ്പെട്ടവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാതിരിക്കുകയാണെന്നും AC മൊയ്തീൻ ആരോപിച്ചു. വീട്ടമ്മമാർക്ക് ഗാർഹിക ജോലിയുടെ മൂല്യം കണക്കിലെടുത്ത് സാമൂഹിക സുരക്ഷ നൽകുന്ന പദ്ധതി ഒരു സംസ്ഥാനത്തുമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പദ്ധതിയുടെ അപേക്ഷകളിൽ സുതാര്യത ഉറപ്പുവരുത്തിയിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പദ്ധതി തുടരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആശങ്കകൾ ദൂരീകരിക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണെന്നും പിണറായി വിജയൻ പറയുകയുണ്ടായി. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംസാരമൊക്കെ നടന്നു. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂവെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ശംസുദ്ദീൻ. നിയമസഭയിലെ ചോദ്യോത്തര വേളയിൽ പ്രവീൺ കുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടപ്പെടുമെന്ന സ്ഥിതിയാണ് നിലവിൽ നിലനിൽക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. പദ്ധതിയിലൂടെ 152 ബ്ലോക്കുകളിൽ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷത്തേക്കാണ് കിട്ടുന്നത്. 900 കോടിയിൽ പരം രൂപയാണ് സംസ്ഥാനത്തിന് കിട്ടുന്നത്. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ഈ തുക കിട്ടില്ല. മാത്രമല്ല, പിന്മാറുന്നതിന്റെ പേരിൽ അന്യായമായി മറ്റു കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞു വയ്ക്കുന്നതിലൂടെയും തുകകൾ നഷ്ടമായേക്കാം. അങ്ങനെ ഫണ്ട് തടഞ്ഞു വയ്ക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പിടാൻ നിർബന്ധിതമായതും ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. ആ ഇനത്തിൽ SSKക്ക് കിട്ടാനുള്ള 1150 കോടി രൂപ അത് കിട്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഒപ്പിടാത്തതിന്റെ പേരിൽ 2000 കോടിയോളം രൂപ സംസ്ഥാനത്ത് നഷ്ടമാകുന്ന സ്ഥിതി
സാധ്യതയുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. PM ശ്രീ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളിന് 1 കോടി രൂപയാണ് കിട്ടുകയെന്നും ഉഷ വിജയന്റെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ ബ്ലോക്കുകളിൽ ഒരു എലിമെന്ററി സ്കൂളും സെക്കൻഡറി സ്കൂളുമാണ് PM ശ്രീ പദ്ധതിക്കായി തിരഞ്ഞെടുക്കേണ്ടത്. 40% കേരളവും 60% കേന്ദ്രവുമാണ് നൽകേണ്ടത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയതായോ വിവിധ കോണുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചതായോ അറിയാൻ സാധിച്ചിട്ടില്ലെന്നും സർക്കാർ രൂപവൽക്കരിച്ച സെക്രട്ടറിമാരുടെ സമിതി യോഗം ചേരുകയും PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാവുന്നതാണെന്ന് അവർ സർക്കാർ ഉപദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നും രേഖകളിൽ വ്യക്തമാണ് എന്നും മന്ത്രി N ശംസുദ്ദീൻ ചൂണ്ടിക്കാട്ടി. എന്തായാലും വലിയ രീതിയിലുള്ള വാക്പോരാണ് ഇന്നും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അരങ്ങേറിയത്. കൃത്യമായ ചോദ്യങ്ങൾ, കൃത്യമായ ഉത്തരങ്ങൾ, എന്തായാലും തീപാറുന്ന ചർച്ച തന്നെയാണ് നടന്നത്. ഒരു അധികാരത്തിൽ ഇരുന്നത് 120 മാസമാണ്, 10 വർഷം. 120ാമത്തെ മാസം പ്രഖ്യാപിച്ചൊരു പരിപാടിയാണ് സാർ. ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ട്, ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ടെന്ന് പറയുന്നത്. സാറേ, പ്രകടന പത്രികയിലുള്ള കാര്യം തുടങ്ങുമ്പോഴാണോ അവതരിപ്പിക്കുന്നത്, പോകുന്ന പോക്കിനാണോ അവതരിപ്പിക്കുന്നത്, നടപ്പാക്കുന്നത്? അല്ല, നിങ്ങൾ 2500 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത് അത് പറഞ്ഞിട്ടാണ് ഒത്തുചേരി അധികാരത്തിൽ വന്നത്. എന്നിട്ട് 4.25 കൊല്ലക്കാലം 1 രൂപ കൂട്ടിക്കൊടുത്തില്ല. പഞ്ചായത്ത് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഒരു 400 രൂപ കൂട്ടി 2000 ആക്കി. പോണ പോക്കിന്. അങ്ങനെയാണോ പ്രകടന പത്രിക നടപ്പാക്കുന്നത്? ഞങ്ങൾ പ്രകടന പത്രിക, ഇവിടെ പ്രകടന പത്രികയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാനൊന്നും പറയില്ല. ഞങ്ങൾ ആദ്യത്തെ മാസത്തിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഞങ്ങൾ നടപ്പിലാക്കി. ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനിച്ച് 1 മാസത്തിനുള്ളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കി. ഞങ്ങൾ ഇവിടെ സ്ത്രീകളോട്, ഇത് ശരിയല്ല, അത് നിങ്ങൾ ഇപ്പുറത്ത് 99 പേര് ഇരിക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് നിന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവായിരിക്കും. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല, 101 പേര് കൂടി കൂടിയിട്ടാണ്. അപ്പം ഞാൻ ശരിക്കും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഒരു ബഹളം ഉണ്ടാക്കിയാലും ഞാൻ മാറില്ല. നിങ്ങൾ സ്ത്രീകളോട് സ്നേഹം. ഈ ആശാ വർക്കർമാർ ആ തെരുവിൽ സമരം ചെയ്തില്ലേ എത്ര മാസക്കാലം? നിങ്ങൾ തലമുണ്ടനം ചെയ്തില്ലേ സ്ത്രീകൾ? നിങ്ങൾ അവർക്ക് സഹായിച്ചില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അവരെ കളിയാക്കി, പരിഹസിച്ചു, പാട്ടവർക്കികളെന്ന് പറഞ്ഞു, എന്തെല്ലാം മോശമായ വാക്കുകൾ ഉപയോഗിച്ചു. സാർ, ഞങ്ങൾ എന്താ ചെയ്തത്? ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അവർക്ക് 3000 രൂപ ഞങ്ങൾ കൂട്ടിക്കൊടുത്തു. സാർ, അത് മാത്രമല്ലല്ലോ, അംഗൻവാടി തൊഴിലാളികൾക്ക് സ്ത്രീകളാണല്ലോ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ എല്ലാവർക്കും ആദ്യത്തെ ക്യാബിനറ്റിൽ തുക വർദ്ധിപ്പിച്ച് നൽകി. മനസ്സിലായേ? ഞങ്ങളാണ് സ്ത്രീപക്ഷം, നിങ്ങളല്ല, നിങ്ങളായിരുന്നില്ല. നിങ്ങൾ സ്ത്രീ വിരുദ്ധ പക്ഷ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അംഗം ആ സ്ത്രീപക്ഷത്തെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ, അല്ലെങ്കിൽ ഇതിന് മറുപടി പറയേണ്ടതല്ല. സാർ പ്ലീസ്, ഞാൻ പറയട്ടെ, ഇരിക്കും സാർ. പിന്നെ നിങ്ങൾ പോകുന്ന പോക്കിൽ ഈ പെൻഷൻ കൊടുത്തതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു പേ കമ്മീഷൻ. നിങ്ങൾ പറഞ്ഞല്ലോ സാമ്പത്തികമായ ബാധ്യതകളെ കുറിച്ചാണല്ലോ പറഞ്ഞത്, വൈറ്റ് പേപ്പറിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. സാർ, പേ കമ്മീഷൻ എല്ലാ ഗവൺമെന്റും അതാത് സമയത്ത് നേരത്തെ പേ കമ്മീഷൻ പ്രഖ്യാപിച്ച് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ പേ കമ്മീഷന്റെ ശുപാർശകൾ ഇംപ്ലിമെന്റ് ചെയ്യും. നിങ്ങളല്ല, വൈറ്റ് പേപ്പറിനെ കുറിച്ചാണ് പറഞ്ഞത്. വൈറ്റ് പേപ്പർ നിങ്ങൾ പോണ പോക്കിൽ നിങ്ങൾ പേ കമ്മീഷൻ പ്രഖ്യാപിച്ചു. അതിന്റെ കാലാവധി ഈ സർക്കാരിന്റെ കാലത്ത് തീരും. നിങ്ങൾ കൊടുത്തോ? നിങ്ങൾ എത്രയോ വർഷക്കാലം DAയും DR നിങ്ങൾ തടഞ്ഞു വെച്ചു. ലീവ് സറണ്ടർ നിങ്ങൾ തടഞ്ഞു വെച്ചു. എന്നിട്ട് പോകുന്ന പോക്കിൽ അത് കൊടുക്കാൻ പ്രഖ്യാപിച്ചു. കൊടുക്കേണ്ടതെല്ലാം ഞങ്ങളാണ്. നിങ്ങൾ ചെയ്യാതിരുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യേണ്ടത് ഞങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, പെൻഷൻ ഫണ്ട്, പെൻഷൻ നിങ്ങൾ കൊടുത്തു, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തു. പക്ഷെ പെൻഷൻ ഫണ്ട് കടമെടുത്തിരിക്കുകയാണ്. എത്രയാ കടം? 17,000 കോടി രൂപ കടമെടുത്തിരിക്കുകയാണ്. 16 മാസത്തെ പെൻഷനാണ്. നിങ്ങൾ കൊടുത്ത 16 മാസത്തെ പെൻഷന്റെ ബാധ്യത ഈ സർക്കാരിന്റെ തലയിലാണ്. ഞങ്ങളത് കൊടുത്തു തീർക്കണം. അങ്ങനെയല്ല. നിങ്ങൾ 2016 ഉമ്മൻചാണ്ടി പോയപ്പോൾ 3 മാസത്തെ പെൻഷന്റെ കുറവാണ് ഉണ്ടായിരുന്നത്. ഐസക്കിന്റെ വൈറ്റ് പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. സർ, ഈ പദ്ധതി ഇത് കൃത്യമായിട്ടല്ല നടപ്പാക്കിയിരിക്കുന്നത്. ഇത് ധൃതി പിടിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് തട്ടിക്കൂട്ടിയ ഒരു പദ്ധതിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വന്ന അന്നാണ്
ഫെബ്രുവരിയിലെയും മാർച്ചിലെയും ഏപ്രിൽ മാസത്തെയും പെൻഷൻ നിങ്ങൾ കൊടുക്കുന്നത് ഏത് കൊടുത്തു പോണ പോക്കിന് മനസ്സിലായ. പിന്നെ പറയും ഏതോ സമിതി തിരഞ്ഞെടുത്തെന്ന്. ഞങ്ങളൊക്കെ MLA മാരായിരുന്ന ആളുകളാ, ഒരു സമിതി ഉണ്ടായിരുന്നില്ല. തോന്നിയവർക്ക് നിങ്ങൾ കൊടുത്താ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ MLA മാരായിരുന്നല്ലോ. ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ഏത് സമിതിയാണ്? ഒരു സമിതിയില്ല.